ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രമുഖ നടി സംസാരിച്ച ഒരു കാര്യമാണ് കേട്ടോ. ഏതാണ്ട് വലിയ തമാശയൊക്കെ പറഞ്ഞതുപോലെ പുള്ളിക്കാരി ആ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങ് ചിരിച്ചു കിടന്നങ്ങ് മറിയുന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താണ് ഒരു ദേഷ്യം എങ്ങനെ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല വരുന്നത്. അതുപോലെ അപ്പം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്രഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി, മൂഡ് സ്വിങ്സ്, ഓവർ തിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പണ്ടത്തെ വട്ട് എന്ന് നമ്മൾ പറയുമല്ലോ, ആ വട്ടിന് പുതിയ ആൾക്കാർ ഇട്ടിരിക്കുന്ന കുറെ പേരുകളാണെന്ന് ഭയങ്കരമായിട്ട് ചിരിച്ച് പുള്ളിക്കാരി മറിഞ്ഞങ്ങ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഡിപ്രഷൻ എന്താന്ന് പുള്ളിക്കാരിക്ക് അറിയുമോ? സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ചേലാണ്. പക്ഷെ അത് സ്വന്തമായിട്ട് വരണം. സ്വന്തമായിട്ട് വരുമ്പോഴേ അത്ര ചേലൊന്നും നമുക്ക് തോന്നത്തില്ല. അതായത് മറ്റുള്ളവരുടെ വീട്ടിൽ കിടന്ന് വഴക്കും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ പുറത്ത് ഓടിപ്പോയി. ഇപ്പൊ കുറെ റീലുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, പുറത്ത് ഓടിപ്പോയി നിന്ന് മതിലിന്റെ അവിടെയും ഗേറ്റിന്റെ അവിടെയൊക്കെ പോയി നിന്ന് കാണുമ്പോൾ എന്ത് രസമാണ്, നല്ല തെറികളൊക്കെ പറയും, നമ്മൾ കേട്ടങ്ങ് ആസ്വദിക്കും. പക്ഷെ അതൊരു ദിവസം നമ്മുടെ വീട്ടിലൊന്ന് വന്ന് നോക്കി നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ വീട്ടിൽ വന്നാലുള്ള അവസ്ഥ എന്താണെന്ന്. അതുപോലെ തന്നെയാണ് ഈ ഡിപ്രഷനും ആൻസൈറ്റി, മൂഡ് സ്വിങ്സും ഒക്കെ. ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് വട്ട് വരണേ എന്ന് പറഞ്ഞ് വരുത്തുന്നതൊന്നുമല്ല. അത് ഓരോ സാഹചര്യങ്ങളിൽ ഓരോ മനുഷ്യനുണ്ടാകുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ തമാശ എന്താണെന്നറിയാവോ? ഇത് ആർക്കൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്നവർക്കാണ് ഇത് വരുന്നത് കേട്ടോ. അത് നമുക്ക് പുതിയൊരു അറിവല്ലേ ചേച്ചി കൊണ്ട് തന്നിരിക്കുന്നത്, ഭയങ്കര വലിയൊരു അറിവാണ് കേട്ടോ. അപ്പം പണിയും കൂലിയും വേലയും ഒന്നും ഇല്ലാത്തവർക്കാണ് ഈ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. പുതിയ ഡോക്ടറാണെന്നാണ് തോന്നുന്നത്, ബിരുദം എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് പല തരത്തിലുള്ള ഡിപ്രഷനും കാര്യമുണ്ട്. അപ്പൊ ഈ ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിവില്ല. അപ്പോൾ അറിവില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ വാ മൂടി മിണ്ടാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പൊട്ടനാട്ടം കണ്ട പോലെ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അയ്യോ ഞാൻ വലിയ തമാശ പറഞ്ഞേ, എന്റെ ദൈവമേ വലിയ തമാശ ഞാൻ അങ്ങോട്ട് പറഞ്ഞേ, ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം എന്നെ പ്രശംസിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിച്ചു മറിഞ്ഞാലൊന്നും അത് കാര്യമാവൂല. നമ്മൾ പൊട്ടത്തരാണ് വിളിച്ചു പറഞ്ഞെന്നൊരു ബോധം വേണം. അപ്പൊ ചേച്ചിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2015 തൊട്ട് 2025 വരെ കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ കേരളത്തിലാണ്. കേരളം എന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടുതൽ കാരണങ്ങളും ഈ ഡിപ്രഷൻ സ്റ്റേജും കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസൈറ്റി, ഇതുപോലെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്താണ് നമ്മളത് ആത്മഹത്യാ പ്രേരണയിലേക്ക് പോകുന്നത്, പലരും ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടായതിനു ശേഷം ആ 3 മാസം ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്. അതെല്ലാവർക്കും വരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ആൾക്ക്, ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ മരുന്ന് കഴിക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാവും. കുഞ്ഞ് കരയുന്നു, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല, നമുക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഡിപ്രഷൻ അനുഭവിച്ചവരുണ്ട്. അനുഭവിച്ചവർ കമന്റ് ചെയ്യുക, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഈ ഡിപ്രഷൻ ഇതുപോലെയുള്ള സ്റ്റേജുകൾ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊരിക്കലും വട്ടല്ല, അത് നമ്മുടെ മനസ്സിന്റെ ഒരു ചെറിയൊരു ഇതാന്ന് തന്നെ പറയത്തുള്ളൂ. അപ്പം അതൊരിക്കലും മട്ടും അല്ലാതെ ചങ്ങലക്കിടേണ്ട സ്റ്റേജും കാര്യങ്ങളും ഒന്നുമല്ല. അത് നമുക്ക് ചികിത്സിക്കാനുള്ളതേ ഉള്ളൂ, നമുക്ക് മാറ്റാനുള്ളത്. ഈ ആൻസൈറ്റിക്കും അതുപോലെ തന്നെ ഡിപ്രഷനും ഒക്കെ മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കമന്റ് സെക്ഷൻ മുഴുവൻ അങ്ങനെയുള്ള ആൾക്കാരാണ് വന്ന് കമന്റ് ചെയ്യുന്നത്. അത് തനിക്കും വന്നാലേ താൻ അത് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാണ് ഒരുപാട് കമന്റുകൾ. എന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആൻസൈറ്റി കൊണ്ട് എനിക്ക് പറ്റില്ല, അതുകൊണ്ട് രാവിലെ നേരം പുലരാതിരുന്നാൽ മതി എന്ന് വരെ കമന്റുകൾ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. മരുന്ന് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്താണ് പറയുന്നത്? ആണ്ട് അവക്ക് വട്ടുണ്ടെന്നാ തോന്നുന്നു, അവള് വട്ടിന്റെ ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ എന്തിന്റെ കുറവാണ്? എഡ്യൂക്കേഷന്റെ കുറവാണ്, വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് പല ആൾക്കാരും ഇതുപോലെയുള്ള ബുദ്ധിയില്ലായ്മ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കൃഷ്ണപ്രഭയ്ക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ എന്താണ്, ചില ആൾക്കാർക്ക് അത് വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് വേണം. ഇപ്പൊ പാട്ടുകാരിയായിട്ടുള്ള അഞ്ജു തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയും പറയുന്നുണ്ട്, 6-8 വർഷം മുൻപേ ആയിരുന്നു എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, എനിക്കും ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ല, ഇതെന്താന്ന് പോലും അറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റേജ് വന്നു, ഡിപ്രഷൻ എന്നൊരു സ്റ്റേജ് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഓരോ വീഡിയോയ്ക്ക് താഴെയും വരുന്നുണ്ട്. അപ്പം ഏതായാലും ചേച്ചി അത്ര വലിയ തമാശകളൊന്നും അല്ല പറഞ്ഞ ചിരിച്ചു മെഴുകാൻ.
ഏതായാലും ഞാനതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ കേട്ട് നോക്കൂ എന്തോന്നൊക്കെയാണ്. ഇപ്പം ഈ ഡിപ്രഷൻ സ്റ്റേജുകളും കാര്യങ്ങളും അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ തന്നെ കമന്റ് ചെയ്യൂ. അവർക്കേ അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ മറ്റൊരാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ ആ അവസ്ഥ എന്താണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരു പണി ഇല്ലാത്തവരാണോ ഈ സ്റ്റേജിലൂടെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നിങ്ങൾ തന്നെ വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ.